ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതായത് ഇറാന്റെ മർമ്മം നോക്കി ഇസ്രായേൽ അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാന്റെ ആണവായുധ പരീക്ഷണ കേന്ദ്രം വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ തകർത്തു എന്നുള്ള വാർത്തയാണ്. അതായത് ഇറാനെ പൂർണ്ണമായും നിശ്ചലമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ളതാണ്. എന്താണ് പൂർണ്ണമായി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ? അതായത് ഇവരുടെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണല്ലോ. അപ്പോൾ ഈ ആക്രമണം നടത്തിയത് ഇന്നല്ല, പ്രധാനപ്പെട്ട ഒരു പരീക്ഷണ കേന്ദ്രമുണ്ട് ഇവരുടെ ഇറാനിലെ പാർച്ചിനിൽ. അപ്പോൾ ഈ പാർച്ചിൻ മേഖല കേന്ദ്രീകരിച്ച് ഇവർക്കൊരു ആണവ കേന്ദ്രമുണ്ടെന്നോ അവിടെ പരീക്ഷണം നടത്തുന്ന കാര്യമുണ്ടെന്നോ ലോകത്തിന് തന്നെ അറിവില്ലായിരുന്നു. 2023 ഈ മേഖലയിൽ ഇത്തരം ചില പരീക്ഷണങ്ങൾ നടത്തുന്നുവെന്ന് അന്ന് ഇതേക്കുറിച്ച് ഈ ആണവ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന അതേക്കുറിച്ച് കാര്യങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു ആഗോള ഏജൻസി ഉണ്ട്. അപ്പോൾ അവർ വന്ന പരിശോധനയിൽ ഇവർ ഇങ്ങനെ പ്രവർത്തനങ്ങൾ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അത് നിർത്തണമെന്ന് പറഞ്ഞു, നിർത്തുകയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ 26-ാം തീയതി ഇസ്രായേൽ കണ്ടിന്യൂസ് ആയിട്ട് ഇറാനിലെ പല മേഖലകളിലും ആക്രമണം നടത്തി. നമുക്കറിയാം 100 വിമാനങ്ങൾ അടങ്ങുന്ന ഒരു സ്ക്വാഡ്രൺ വന്നാണ് അറ്റാക്ക് നടത്തിയത്. അന്ന് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡൻ പറഞ്ഞു ആണവ കേന്ദ്രങ്ങളെയും ഓയിൽ ഫീൽഡിനെയും ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. കാരണം വലിയ അതിക്രമത്തിലേക്ക് പോയാൽ അത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അതുകൊണ്ട് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇസ്രായേൽ നടത്തിയത്. അവർ എന്താ പറഞ്ഞത്, ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ, അതിൻ്റെ സംഭരണ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ മിസൈലുകൾ, റോക്കറ്റുകൾ ഇവയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെ മാത്രമാണ് ആക്രമണം നടത്തിയത്. പക്ഷേ അല്ല, ഈ പോർച്ചുഗൽ എന്ന് പറയുന്ന സ്ഥലത്തും കൃത്യമായി ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഇവിടെ ആണവ സംബന്ധമായ എന്തോ പരീക്ഷണങ്ങൾ, എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് മൊസാദ് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് ആ വിവരങ്ങൾ ഇസ്രായേലിന് ഇവർ കൈമാറുകയും ചെയ്തു. മാത്രമല്ല ഈ പ്ലാസ്റ്റിക് ചുറ്റിയിട്ട്, നമ്മൾ കണ്ടില്ലേ പ്ലാസ്റ്റിക് ബോംബ് എന്നൊക്കെ പറയുന്ന പോലെ പ്ലാസ്റ്റിക് നിർമ്മിച്ചിട്ട് അതിന് ചുറ്റും യുറേനിയം വിതറുന്ന പോലെയുള്ള എന്തോ ഒരു പരിപാടി, എന്നിട്ട് ഇതിനകത്ത് ഇതൊരു സ്ഫോടക വസ്തുവാക്കി മാറ്റും. ഇത് പരീക്ഷണം നടത്താൻ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന ഈ മേഖലയാണ് ഇവിടെ എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരുന്നു. എന്നിട്ട് ഇസ്രായേൽ ഈ വിമാനങ്ങളിലൂടെ കൊണ്ടുവന്ന് ആക്രമണം നടത്തിയതിന് ശേഷം ഇവിടെ തുടർച്ചയായി ബോംബിട്ടു, അല്ലെങ്കിൽ തുടർച്ചയായി റോക്കറ്റോ മറ്റോ നിക്ഷേപിച്ചു. ഇപ്പോൾ അവിടെ കാണുന്ന വലിയൊരു ഗർത്തം പോലെ ഒരു സ്ഥലം മാത്രമാണ്. ഇത് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയാണ് കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ഉപഗ്രഹ ചിത്രങ്ങളിൽ അവിടെ എന്തൊക്കെയോ കെട്ടിടങ്ങളുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ പരിപാടികൾ നടക്കുന്നു മനസ്സിലാകുന്നു. രണ്ടാമത്തെ ഉപഗ്രഹ ചിത്രങ്ങളിലാണ് അവിടെ വലിയൊരു ഗർത്തം രൂപപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അവിടെ സൂക്ഷിച്ചിരുന്ന യുറേനിയം ഉൾപ്പെടെ, അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ എന്തെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ പൂർണ്ണമായും ഇസ്രായേൽ നശിപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ആണവായുധങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയോ ആണവായുധങ്ങൾ ഇല്ലാതാക്കാനോ ഒന്നും മറ്റൊരു രാജ്യം ശ്രമിക്കരുതെന്ന് UN നേരത്തെ തന്നെ പ്രമേയം പാസ്സാക്കിയതാണ്. അപ്പോൾ അതിനെ ലംഘിച്ചു എന്ന് ഈ പറഞ്ഞ് ഇസ്രായേലിനെ കുറ്റപ്പെടുത്താൻ ഇപ്പോൾ UN കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇറാൻ അവിടെ ആണവ ആയുധങ്ങൾ നിർമ്മിച്ചു എന്നുള്ള വിവരം പുറത്തു വരില്ലേ. അപ്പോൾ അത് പുറത്തു വരുന്നുവെന്ന് സമ്മതിച്ചാൽ ഇറാൻ ആ രാജ്യാന്തര തലത്തിലുള്ള നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു എന്ന് അവർ പരസ്യമായി സമ്മതിക്കേണ്ടി വരുന്നു. അപ്പോൾ ഖമേനി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താ, ഞങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് അന്തിമ പോരാട്ടത്തിന് ഇറങ്ങുന്നു, ഇസ്രായേലെ സൂക്ഷിച്ചു, ഞങ്ങളുടെ അടി വളരെ ശക്തമായിരിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് അറബ് രാജ്യങ്ങളോട് പറയുന്നു നമുക്കൊന്നിച്ച് നിന്ന് ജൂതനെ നേരിടാമെന്നൊക്കെ പറയുന്നു. ഇസ്രായേൽ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. മാത്രമല്ല ഈ ആണവ കേന്ദ്രങ്ങൾ കൃത്യമായി അവർ അറ്റാക്ക് ചെയ്താൽ ഇനി ഇവരുടെ ആണവായുധം നിർമ്മിക്കാനുള്ള യാതൊരു കോപ്പും ഉണ്ടാവില്ല. ഈ ഇറാന്റെ സൈനിക താവളവും സൈനിക സമുച്ചയവും തലേഗാൻ എന്ന സൈനിക സമുച്ചയവും ഈ ഇസ്രായേൽ ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഗവേഷണ പരിപാടികൾക്കായി എത്തിച്ച സുപ്രധാന ഉപകരണങ്ങൾ നശിപ്പിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ ഇസ്രായേലിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഇറാനിൽ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതായത് ഇറാൻ ഒരു കാരണവശാലും ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ അതിൻ്റെ ഉപയോഗവും നടത്തരുതെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അനുവദിക്കില്ലെന്നുമായിരുന്നു അമേരിക്കയുടെ നിലപാട്. അതുകൊണ്ടാണ് അമേരിക്ക അവർക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചത്. ഈ ഉപരോധം പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് ഇറാൻ പറഞ്ഞു ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇറാൻ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു, അവർ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ മലകളും മറ്റും തുറന്ന് അതിനുള്ളിൽ വലിയ തുരങ്കങ്ങൾ പോലെ നിർമ്മിച്ച് അവിടെ പരീക്ഷണശാല ഉണ്ടാക്കുന്നു. കാരണം ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ മലയൊക്കെ തകർന്നു പോവുകയുള്ളൂ. അപ്പോൾ ഈ ഉള്ളിലുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ ഭൂമിക്കടിയിലുള്ള കേന്ദ്രങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാമെന്നാണ് ഇവർ കരുതിയത്. അപ്പം ആണവായുധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന ഇസ്രായേലിൻ്റെ അവകാശവാദം നേരത്തെ തന്നെ ഇറാൻ നിഷേധിച്ചാണ്. ഇപ്പോൾ ധന്യ പറഞ്ഞതുപോലെ ടെഹ്റാനിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ 20 മൈൽ അകലെയാണ് ഈ ആണവ കേന്ദ്രമായ തലേഗാൻ സ്ഥിതി ചെയ്യുന്നത്. അതൊരു സൈനിക സമുച്ചയമാണ്. അപ്പം സൈനിക സ്ഥാപനമാണോ അല്ലെങ്കിൽ സൈനിക ഒരു ടെൻ്റാണോ ഒപ്പം ആണവ കേന്ദ്രമാണോ എന്നൊരു സംശയം ഉളവാക്കുന്നു. പക്ഷേ ഈ സൈനിക കേന്ദ്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവർ ഇതും വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടേക്കാണ് കൃത്യമായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അപ്പോൾ ഇസ്രായേലിനെ രണ്ട് മുച്ചൂടും തകർത്തു എന്ന് പറയാം. അതാണ് അവരുടെ തലയ്ക്കടിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇനി ഇറാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു ധാരണയില്ല. ഇപ്പം ലെബനനിൽ വെടി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇറാൻ്റെ സമ്മർദ്ദ ഫലമായി അമേരിക്കയൊക്കെ ഇടപെട്ട് ഏകദേശം ഒരു ധാരണയിലെത്തുന്നു. അതിനിടയിലാണ് ഇറാനിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ തന്നെ പുറത്തുവിടുന്നത്.
അവർ ഔദ്യോഗികമായി സമ്മതിച്ചു ഞങ്ങൾ ഇത്തരത്തിലൊരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആണവ കേന്ദ്രങ്ങൾ അവർക്കില്ല എന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങളുടെ പക്കലില്ല എന്നുമൊക്കെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ UN-ൻ്റെ മുമ്പിൽ ഇറാൻ അവകാശപ്പെട്ടിരുന്നു. അതെല്ലാം പൊള്ളയാണ് അല്ലെ കള്ളമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള ബെയ്റൂത്തിലെ തെക്കൻ മേഖലയിൽ തുടർച്ചയായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. അപ്പോൾ എന്താ പറയുന്നത്, ലെബനിലും ആക്രമണം നടത്തുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന ഹമാസിൻ്റെ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തുന്നു, ഹൂത്തിയുടെ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഇറാൻ ആക്രമിക്കാൻ യാതൊന്നും കയ്യിലില്ല. അവരുടെ ഏക പ്രതീക്ഷ ഈ ആണവായുധങ്ങൾ കയ്യിലുണ്ടാകുമെന്നുള്ള, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പ്ലാസ്റ്റിക് ബോംബുകൾ എന്ന് പറയുന്ന പോലെ ഈ പ്ലാസ്റ്റിക്കിനുള്ളിൽ ആണവ ബോംബുകളുടെ ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് വേണമെങ്കിൽ ഒരു തിരിച്ചടിക്ക് ഞങ്ങൾ തയ്യാറെടുക്കുന്നു എന്നാണ് ഇറാൻ ഇത്രയും കാലം അവകാശപ്പെട്ടത്. പക്ഷേ അയത്തുള്ള അലി ഖമനേയി പോലും അറിഞ്ഞില്ല ഇസ്രയേൽ ഇങ്ങനെ പ്ലാൻഡായിട്ടൊരു അറ്റാക്ക് നടത്തിയെന്നും ഈ ആണവ കേന്ദ്രങ്ങളെ തകർത്തു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോഴും പ്രതീക്ഷിച്ചിരുന്ന ഇത് തന്നെയായിരുന്നു. പക്ഷേ ഇസ്രയേൽ ഉപഗ്രഹ ചിത്രങ്ങളടക്കം പുറത്തുവിട്ടതോടെ വൻ നാശനഷ്ടം ഉണ്ടായി എന്ന് ഇറാൻ സമ്മതിക്കേണ്ടി വരുന്നു. മാത്രമല്ല ആണവ ഗവേഷണ പരിപാടികളൊക്കെ നിർത്തണമെന്ന് അമേരിക്ക നേരത്തെ ഉപരോധം നടത്തിയപ്പോൾ ആവശ്യപ്പെട്ടതാണ്. അത് നിർത്തിവെച്ചു എന്ന് പറഞ്ഞിട്ടെങ്കിലും പിന്നീട് ഇത് അവർ പുനരാരംഭിച്ചിരുന്നു. ഇത് വളരെ രഹസ്യമായിട്ടാണ് പുനരാരംഭിച്ചത്. അപ്പോൾ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കളൊക്കെ രൂപകൽപ്പന ചെയ്യണമെങ്കിൽ അത്യാധുനിക ഉപകരണങ്ങൾ വേണം, കോടിക്കണക്കിന് രൂപയുടെ മെഷീനറീസ് വേണം. ഇത് മൊത്തം ഈ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ ഏതാണ്ട് തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ പ്രദേശത്ത് ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടത്തിയോ അല്ലെങ്കിൽ അമാദ് ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ സമയത്ത് 2023 നടന്നിരുന്ന പദ്ധതി ഇവിടെ നടന്നോ എന്നൊക്കെയുള്ളത് കണ്ടെത്താനായിട്ട് ഈ പറയുന്ന ഇതേക്കുറിച്ച് പഠിക്കുന്ന UN-ൻ്റെ ഒരു ഏജൻസിയിലെ അംഗങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരവിടെ വന്ന് അത് കണ്ടെത്തിയാൽ, ഇതിൻ്റെ തെളിവുകളൊക്കെ ശേഖരിച്ചാൽ ഇറാൻ്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇറാൻ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യത്തിലാണ്. അതെ, അതായത് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്രമണത്തിന് ശ്രമിച്ചാൽ ഞങ്ങൾ നിൽക്കില്ല എന്നുള്ളത്. ഇതിപ്പോ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് മുന്നിൽ തീജ്വാലകൾ പോയി എത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ വന്ന റിപ്പോർട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിൽ വീണ്ടും ഇറാൻ ആക്രമണത്തിന് ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇറാനെ ഒരു തരത്തിലും വച്ചേക്കില്ല, എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെ ആണവായുധ പരീക്ഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തകർക്കും എന്നുള്ള നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഇറാൻ ജനതയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇപ്പം ഈ പുറത്തുവിടുന്ന ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ്. ഇതിൽ കാണുന്നത് ഇറാൻ ഗവൺമെൻറ്റിൻ്റെ ആണവ ഗവേഷണ പരിപാടികളുടെ ഭാഗമായി തലേഗാനിലെ 2 വലിയ കെട്ടിടങ്ങൾ തകർന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ കാണുന്നത്. ഈ 2 വലിയ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ബങ്കറുകളുണ്ട്. ഈ ബങ്കറുകളിലാണ് ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ഈ കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലംപൊത്തി. എന്നിട്ടാണ് അവിടെ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടത്. അപ്പോൾ ഗർത്തം രൂപപ്പെട്ടാൽ വളരെ വലിയ ആക്രമണമാണ് ഇസ്രായേൽ ആ മേഖലയിൽ നടത്തിയെന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ആക്രമണം നടത്തണമെങ്കിൽ മൊസാദിന് ആ മേഖലയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ഒപ്പം ഇറാനിലെ സൈനിക മേഖലയിൽ മൊസാദിൻ്റെ ചാരന്മാർ ഉണ്ടെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ അവർ ആ വിവരങ്ങളൊക്കെ കൃത്യമായി ഇസ്രായേലിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ടാണ് ഇസ്രായേൽ അവിടേക്ക് വ്യോമാക്രമണം നടത്തിയത്. ഇത്രയും നാൾ ഈ വ്യോമാക്രമണം നടത്തിയ ഇസ്രായേൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങൾ അവരുടെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന്. ഇപ്പോൾ അതിൻ്റെ വിവരങ്ങളും പുറത്തു വന്നു. എന്ന് പറഞ്ഞാൽ ഇറാൻ ഏതാണ്ട് സമ്പുഷ്ടമായി സമ്പൂർണ്ണമായി നിരായുധീകരിക്കപ്പെട്ടു. ഇനി ഇറാൻ എന്ത് വെച്ച് ആക്രമണം നടത്തും? അവരുടെ അവസാന പ്രതീക്ഷ ഈ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതും തകർത്തു. ഇതാണ് അമേരിക്കയോട് ഇസ്രായേലും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയും ഈ നിലപാടെടുക്കുന്നതോടെ UN-ൻ്റെ മുമ്പിൽ, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇറാൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും നാണം കെടുത്തൊരവസ്ഥയാണ്. കാരണം രഹസ്യമായിട്ടുള്ള ആണവായുധ നിർമ്മാണം ഉണ്ടല്ലോ, അത് മുഴുവൻ ഇസ്രായേൽ തകർത്ത് കളഞ്ഞു.